ഇടുക്കി കാഞ്ചിയാറിൽ ഏലക്ക മോഷ്ടാവ് പിടിയിൽ. തൊപ്പിപ്പാള സ്വദേശി അപ്പുവാണ് പിടിയിലായത്. പ്രതിയുടെ വീട്ടിൽ നിന്ന് വിവിധയിടങ്ങളിൽ നിന്നും മോഷ്ടിച്ച ഏലക്കായ കണ്ടെത്തി. രാഹുൽ സുരേഷ് ആയിരുന്നു. രാഹുൽ, എത്രത്തോളം ഏലക്ക മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു? എന്തായാലും പിടികൂടിയല്ലേ? റോഷ്നി, ഏലക്കായുടെ വില 4000-4500 എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മോഷ്ടാക്കളുടെ എണ്ണവും മോഷണവും പതിവായിരിക്കുന്നു എന്നാണ് കർഷകർ പറയുകയും ചെയ്തത്. ഇപ്പോൾ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഏലക്കായ്ക്ക് കാവലിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കർഷകർ നീങ്ങുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഈ കട്ടപ്പന ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഈ ഏലക്ക ശരം സഹിതം മോഷണം പോയിരുന്നു. അതിലിപ്പോൾ ഒരാളെ പിടികൂടിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തൊപ്പിപ്പാള സ്വദേശിയായിട്ടുള്ള അപ്പുവിനെയാണ് പിടികൂടിയിരിക്കുന്നത്. ഒരു തോട്ടം ഉടമയും ഒരു തോട്ടത്തിൽ കയറി ഈ ഏലക്കായുടെ ശരം ഉൾപ്പെടെ മുറിക്കുന്നതിനിടെ ആ തോട്ടം ഉടമയും അതുകൂടാതെ നാട്ടുകാരും സഹിതം ഈ പ്രതിയെ പിടികൂടുകയായിരുന്നു. തുടർന്ന് പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. അതിനുശേഷം ഇയാളുടെ വീട്ടിലെത്തി പരിശോധന നടത്തിയപ്പോഴാണ് ഇതിന് സമാനമായിട്ടുള്ള നിരവധി ഏലക്കായുടെ ശരങ്ങൾ വീട്ടിൽ നിന്നും കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും തെളിവ് സഹിതം ഈ പ്രതിയെ പിടികൂടിയിരിക്കുന്നു എന്നതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാരും കർഷകരും ഉള്ളത്. വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർഷകരും വലിയ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഈ ശരം മുറിച്ചാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ഏലച്ചെടിയുടെ ശരം മുറിച്ചാൽ 1 വർഷത്തിന് ശേഷമാണ് അത് വീണ്ടും മുളച്ചു വരികയുള്ളൂ. അതുകൊണ്ട് ഏലം കർഷകരോട് ചെയ്യുന്ന വലിയൊരു ചതിയാണ് ഈ ഏലം ശരം മുറിച്ചുകൊണ്ട് പോകുന്നത്. എന്തായാലും ഏലക്കായുടെ വില കൂടിയതിന്റെ ആശ്വാസത്തിലായിരുന്നു ആദ്യം കർഷകരെങ്കിൽ ഇപ്പോൾ ഈ മോഷണം പതിവായതോടെ ആശങ്കയിലാണ് കർഷകർ. റോഷ്നി, കർഷകരുടെ നെഞ്ചത്തടിക്കുന്ന കാര്യമാണ് ഈ മോഷ്ടാക്കൾ ചെയ്തിരിക്കുന്നത്.